മാസത്തവണ കുറികൾ അത് ഇസ്ലാമികമായി ശരിയാണോ? കുറികൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. കുറിയിൽ ഒരാൾ എത്രയാണോ പൈസ ഇടുന്നത് തത്തുല്യമായ പൈസ അയാൾക്ക് ലഭിക്കും. കൂടുതലും ലഭിക്കില്ല, കുറവും ആകൂല എന്ന രൂപത്തിലുള്ള കുറികളാണെങ്കിൽ അതിലെന്തില്ല, സംശയമില്ല, അത് അനുവദനീയമാണ്. കാരണം അത് പരസ്പര സഹകരണത്തിൽപ്പെട്ടതാണ്. എന്തിനാണ് ആളുകൾ കുറി വെക്കുന്നത്? കുറച്ച് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സാധാരണ നിലക്ക് പൈസക്ക് അൽഹംദുലില്ലാഹ് ഒരു ആവശ്യമില്ലാത്ത ആൾ ചിലപ്പോൾ അയാൾ കുറി വെച്ചോളന്നില്ല. പക്ഷെ എപ്പോഴും ആൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്നൊരു പൈസ അത്രയും സംഘടിപ്പിക്കാൻ അയാൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ മാസം മാസം പരസ്പരം അവർ ചേർന്നിട്ടൊരു സംഖ്യ ഇട്ടാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഒരു തുക അയാൾക്ക് കിട്ടും. അതേസമയം ബാക്കി അയാൾക്ക് മാസം മാസം അതിലേക്ക് അടച്ചു കൊടുത്താൽ മതി. ഇത്തരത്തിലുള്ള കുറികൾ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പരസ്പരം നല്ല കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, സഹകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ വരുന്നതാണ്. കാരണം അവിടെ എന്താ ഉള്ളത്, ഓരോരുത്തരും ചേർന്ന് മറ്റൊരാളെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അല്ലെങ്കിൽ പരസ്പരം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നൊരു സാഹചര്യം മാത്രമാണ് അതിൽ വരുന്നത്. അതിൽ നിഷിദ്ധം വരുന്നില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ടെങ്കിൽ കൂടി. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ എത്രമാത്രം സൂക്ഷ്മത അതിൽ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൽ വരുന്നൊരു സംഗതി എന്താ വെച്ചാൽ, ഈ കുറി നടത്തുന്ന ആൾക്ക് അതിൽ നിന്ന് പങ്കെടുക്കാൻ പറ്റുമോ? ഈ കുറി നടത്തുന്നതിന് സ്വാഭാവികമായിട്ടും അയാൾക്ക് പരിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് സാമാന്യ നാട്ടുനടപ്പനുസരിച്ച് അതിന് നൽകാവുന്ന ഒരു തുക മാന്യമായി നിശ്ചയിച്ച് നൽകുന്നതിൽ എന്തില്ല, തെറ്റില്ല. എന്നാൽ ഈ കുറിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾക്കാണ്, അല്ലെങ്കിൽ അയാളാണ് അതിന് ഗ്യാരണ്ടി നിൽക്കേണ്ടത് എന്ന അർത്ഥത്തിൽ അയാൾക്കൊരു തുക കൊടുക്കാൻ പാടില്ല. അയാൾ അമീൻ മാത്രമാണ്. അമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവൻ. അയാളുടേതല്ലാത്ത കുറ്റം കൊണ്ട് കുറിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്, അയാൾക്ക് മാത്രമല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മൂപ്പർക്ക് നമ്മളൊരു പങ്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മൂപ്പരെ അറിയണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് പണ്ഡിതന്മാർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖാബിൽ അദ്ദമാൻ, പൈസ കൊടുത്ത് ഗ്യാരണ്ടി നിൽക്കുക, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഗ്യാരണ്ടി വാങ്ങുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ നിഷിദ്ധമായ കാര്യമാണ്. അപ്പോൾ ഞാൻ എക്സ്റ്റെൻഡഡ് വാറൻറ്റിനെ കുറിച്ചിട്ട് സംശയം ഉണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നിങ്ങൾ നോക്കിയാൽ മതി. അതായത് ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞതാണത്. ഇപ്പോൾ പള്ളികളോ മറ്റോ ഒക്കെ ഇങ്ങനെ ഈ കുറി വെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കുറി കമ്മിറ്റിയിലേക്ക് പോകുന്നു, അത് കമ്മിറ്റികൾ എടുക്കുന്നു. സത്യത്തിൽ ആ ഡൊണേഷനെ സെപ്പറേറ്റ് ആക്കുകയും കുറിയായി തന്നെ കാണുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഹൈർ. ഒക്കെ സെയിം തന്നെയല്ലേ. അതായത് ഇത്ര നമ്മൾ പള്ളിയിലേക്ക് ഡൊണേറ്റ് ചെയ്യുക, അത് ആദ്യം ആ പള്ളിയിലേക്കുള്ള ഡൊണേഷനായി സ്വതക്കയാണ് എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ബാക്കി പിന്നെ അവിടുന്ന് കുറി കാര്യങ്ങൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക എന്ന് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഹൈർ. എന്നാൽ പിന്നെ ഈ സംശയത്തിൻ്റെ ഒന്നും പ്രശ്നത്തിൽ വരുന്നില്ല. എല്ലാം ഔട്ട്കം റിസൾട്ടൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഡൊണേഷൻസ് ആദ്യം ഡൊണേഷൻ, അത് സ്വതക്ക, അത് നമ്മൾ കുറിയായിട്ട് കൂട്ടിക്കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മളങ്ങനെ പറയണ്ട, അത് ഡൊണേഷൻ തന്നെ പറയാം. അത് ഡൊണേഷനാണ്, പള്ളിയിലേക്കുള്ള സംഭാവന എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും അതിൽ കൂടുതൽ ഖൈർ. വല്ലാഹു തആല ആലം.